നമസ്കാരം സുഹൃത്തുക്കളെ, വർഷത്തിൽ 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ജനപ്രിയ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന PM കിസാൻ ആനുകൂല്യം നിങ്ങളുടെ ഈ ധനസഹായം തുടർന്നും മുടങ്ങാതെ ലഭിക്കാൻ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത് ചെയ്തില്ല എങ്കിൽ അടുത്ത ഗഡു മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് തടസ്സപ്പെട്ടേക്കാം. എന്തൊക്കെയാണ് ആ അടിയന്തര നടപടികൾ എന്ന് നമുക്ക് വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ പ്രധാന കാരണം PM കിസാൻ പദ്ധതിയുടെ ഇലക്ട്രോണിക് KYC ആയ വാർഷിക മസ്റ്ററിംഗ് പുതുക്കലുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ PM കിസാൻ തുക 3 ഗഡുക്കളായിട്ടാണ്, അതായത് 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം വർഷത്തിലാകെ 6000 രൂപയാണ് കർഷകർക്ക് നൽകി വരുന്നത്. ഇപ്പോൾ 2026 ഈ പദ്ധതിയുടെ ആനുകൂല്യം അർഹരായ കർഷകർക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് വാർഷിക പുതുക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കേരളത്തിൽ ഇതിന്റെ അറിയിപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യാം? കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡുമായി നേരിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തിച്ചേർന്ന് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് പോകാൻ സാധിക്കാത്തവർക്ക് മൊബൈൽ ഫോൺ വഴിയും ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതിനായി നിങ്ങളുടെ ഫോണിൽ 2 ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് PM കിസാൻ ഗോൾ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ആപ്പ്. മൊബൈൽ ഫോണിലുള്ള PM കിസാൻ ഗോൾ എന്ന പ്ലേ സ്റ്റോറിലെ ആപ്പ്. രണ്ടാമതായി നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പാണ് ആധാർ ഫേസ് RD ആപ്പ്. ആധാർ ഫേസ് RD ആപ്പ്. ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആവശ്യമായ വിവരങ്ങൾ നൽകുമ്പോൾ ഫേസ് ഓതന്റിക്കേഷനായുള്ള റിക്വസ്റ്റ്, തുടർന്ന് നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷനിലൂടെ ഈ KYC വിജയകരമായി പൂർത്തിയാക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ ആപ്പുകൾ വഴി ചെയ്യുമ്പോൾ പലപ്പോഴും സാങ്കേതിക തകരാറുകൾ കൊണ്ടോ സെർവർ എറർ കാരണമോ ഇതിന്റെ പ്രക്രിയ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് ഒഴിവാക്കാൻ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം. ഈ പുതുക്കൽ യഥാസമയം ചെയ്തിട്ടില്ല എങ്കിൽ വരുന്ന 24ാമത്തെ ഇൻസ്റ്റാൾമെന്റ് മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് തടസ്സപ്പെട്ടേക്കാം. ഇനി രണ്ടാമതായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പിലേക്ക് കടക്കാം. അതാണ് അഗ്രിസ്റ്റാക്ക് കേരള രജിസ്ട്രി. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി രാജ്യത്തെ എല്ലാ കർഷകരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ ഓരോ കർഷകനും പ്രത്യേകമായി ഒരു കർഷക ID അനുവദിച്ചു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തും ഈ രജിസ്ട്രേഷൻ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നിങ്ങൾക്ക് കർഷക ID ലഭിച്ചിട്ടുണ്ടോ എന്ന് ഓൺലൈനിൽ പരിശോധിക്കാനും സാധിക്കും. നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം മതി ഇത് പരിശോധിക്കാൻ. ഇതിനായുള്ള ഔദ്യോഗിക ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അഗ്രിസ്റ്റാക്കിന്റെ കേരളവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതിന്റെ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം നൽകി ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കർഷക IDയും നിങ്ങളുടെ പേരും മറ്റും അവിടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം നൽകിയാൽ മതി. OTP പോലെയുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുകയില്ല. നിങ്ങളുടെ കർഷക IDയുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും. എന്തുകൊണ്ടാണ് കർഷക ID നിർബന്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത്? അതിന്റെ പ്രധാന കാരണം, ഇപ്പോൾ തന്നെ വളം സബ്സിഡി പോലെ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് ഈ കർഷക ID നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ, മറ്റ് കാർഷിക ലോണുകൾ, സബ്സിഡികൾ കൂടാതെ PM കിസാൻ പദ്ധതി എന്നിവ തുടർന്ന് ലഭിക്കാനും ഈ ID ഒരു പ്രധാന നിബന്ധനയായി മാറും. അപ്പോൾ കർഷക ID മിക്കവരും കേരളത്തിൽ ഇതിനെ അപേക്ഷിച്ച് അപ്രൂവ്ഡ് ആയിട്ടുള്ളവരാണ്. എങ്കിലും നിങ്ങൾക്കും കർഷക ID ഉണ്ടോ ഇല്ലെങ്കിലോ അത് വീണ്ടും ചെയ്യുവാനുള്ള സർവീസും കർഷക ID രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കൃഷിഭൂമിയുടെ നിലവിലെ കരമടച്ച രസീത്,
ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ കൃത്യമായി കരുതണം. അപേക്ഷ നൽകിയ ശേഷം ഇത് അപ്രൂവ്ഡ് ആവാൻ കുറച്ച് ദിവസത്തെ കാലതാമസം എടുത്തേക്കാം. ചിലപ്പോൾ അപ്രൂവ് ആയാലും മൊബൈലിലേക്ക് മെസ്സേജ് വരണമെന്നുമില്ല. അതുകൊണ്ട് കമന്റ് ബോക്സിലേക്ക് ലിങ്ക് വഴി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം. ഇവിടെ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അപേക്ഷകൾ ഏതെങ്കിലും കാരണത്താൽ റിജക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ അല്ലെങ്കിൽ ലാൻഡ് സീഡിങ്ങിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇത്തരം അപാകതകൾ എത്രയും വേഗം കൃഷിഭവനുമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുമായോ CSC സെന്ററുകളുമായോ ബന്ധപ്പെട്ട് പരിഹരിച്ചില്ല എങ്കിൽ PM കിസാൻ തുക പൂർണ്ണമായും മുടങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിൽ നിന്നും ഭാവിയിൽ ലഭിക്കേണ്ട എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും, അതായത് PM കിസാൻ eKYC പുതുക്കലും കർഷക ID രജിസ്ട്രേഷനും എത്രയും വേഗം പൂർത്തിയാക്കുക. അലംഭാവം വിചാരിച്ച് ഇത് മാറ്റി വെക്കരുത്. കാരണം ഈ ചെറിയ പിഴവ് മൂലം അർഹമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരരുത്. നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ ബോക്സിൽ ചേർക്കുന്നതാണ്. ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും മറ്റ് കർഷകരിലേക്കും ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം പ്രയോജനകരമായ വാർത്തകളും കർഷക അറിയിപ്പുകളും യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.